പാലക്കാട് തോൽവി ബി.ജെ.പിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറികളാണ് വരച്ചിട്ടിരിക്കുന്നത്. ആ പാർട്ടിക്കേറെ വിജയസാധ്യതയുണ്ടെന്ന പ്രതീതിയുണ്ടാക്കിയ ഉപതെരഞ്ഞെടുപ്പിൽ ആദ്യമായി അവർ രണ്ടാം സ്ഥാനത്ത് വന്ന 2016 കിട്ടിയതിനേക്കാൾ 10,000-ലധികം വോട്ടുകളുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. CPM-ന്റെ പ്രമുഖ നേതാവ് NN കൃഷ്ണദാസിനെ മൂന്നാം സ്ഥാനത്താക്കി അന്ന് കേരളത്തെ ഞെട്ടിച്ചത് ശോഭാ സുരേന്ദ്രനാണ്. മത്സരിച്ച തിരഞ്ഞെടുപ്പുകളിലെല്ലാം വോട്ട് വർദ്ധിപ്പിച്ച് താരമായ ബി.ജെ.പിയുടെ തീപ്പൊരി വനിതാ നേതാവ് എന്ന പേര് ശോഭയ്ക്ക് ആദ്യമായി ചാർത്തി കിട്ടിയതും പാലക്കാട്ട് നിന്ന് തന്നെയാണ്. ഇക്കുറി ഇവിടെ ശോഭാ സുരേന്ദ്രന്റെ സാധ്യത വെട്ടിയാണ് സി കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയത് എന്ന അമർഷം കൂടി ബി.ജെ.പിക്കാർ തീർക്കുകയാണ്. ഫലം വന്ന പുറകെ മുൻ ബി.ജെ.പി സംസ്ഥാന വക്താവ് സന്ദീപ് വാര്യർ നടത്തിയ പ്രതികരണത്തിലും അത് വളരെ വ്യക്തമാണ്. പാലക്കാട് നഗരസഭ മുതൽ ലോകസഭ വരെ മത്സരിക്കാൻ ബി.ജെ.പിക്ക് വേറെ ആരുമില്ലേ എന്ന ചോദ്യം പാർട്ടിക്കുള്ളിലും വലിയ ചർച്ചയാകുന്നുണ്ട്. അത്രയ്ക്ക് എല്ലാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ കഴിവുള്ളൊരു നേതാവൊന്നുമല്ല ഈ കൃഷ്ണകുമാർ എന്ന് ഇന്നലത്തോടുകൂടി കൂടുതൽ തെളിഞ്ഞിരിക്കുന്നു. ഈ തോൽവി കൃഷ്ണകുമാറിന്റെ രാഷ്ട്രീയ ഭാവിയെയും കെ സുരേന്ദ്രന്റെ നേതൃത്വത്തെയും ദുർബലമാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കാത്തതുകൊണ്ട് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്ന എന്ന പ്രചരണവും ഇപ്പോൾ കത്തിപ്പടരുകയാണ്. വനിതാ സംവരണ ബിൽ പാസാക്കുകയും സ്ത്രീ നേതാക്കളെ ദേശീയ തലത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നു എന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന ബി.ജെ.പിക്കുള്ളിൽ ഇത് വലിയ ചർച്ചയാകും എന്നും ഉറപ്പാണ്. മാത്രമല്ല, ശോഭാ സുരേന്ദ്രനായിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ സന്ദീപ് വാര്യർ ബി.ജെ.പി വിടുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ കഴിയുമായിരുന്നു എന്നും ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും അഭിപ്രായപ്പെടുന്നു. പാലക്കാട്ട് കഴിഞ്ഞ 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ചത് UDF ആണ്. അതിൽ 2-ലും രണ്ടാം സ്ഥാനത്തെത്തിയത് ബി.ജെ.പി ആണ്. 2016-ലും 21-ലുമാണ് റണ്ണറപ്പ് എന്ന നേട്ടം ബി.ജെ.പി ആവർത്തിച്ചത്. 2011-ൽ ആദ്യമായി ഷാഫി പറമ്പിൽ 47,641 വോട്ടുകൾ നേടി ജയിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് വന്നത് CPM-ലെ KK ദിവാകരനാണ്. ദിവാകരൻ അന്ന് 40,238 വോട്ടുകൾ ലഭിച്ചു. അന്ന് ബി.ജെ.പി സ്ഥാനാർത്ഥിയായിരുന്ന ഉദയഭാസ്കറിന് കിട്ടിയത് 22,317 വോട്ടുകൾ മാത്രമായിരുന്നു. പക്ഷേ 2016-ൽ ശോഭാ സുരേന്ദ്രൻ വന്നതോടെ കളി മാറി. ഇത് 40,000-ആയി വർദ്ധിപ്പിക്കാൻ ശോഭയ്ക്ക് സാധിച്ചിരിക്കുന്നു. കോൺഗ്രസും CPM-ഉം അല്ലാത്ത ഒരാൾ പാലക്കാട്ട് രണ്ടാമതെത്തിയത് എന്ന് ആദ്യമായി ശോഭയിലൂടെയായിരുന്നു. 2016-ൽ NN കൃഷ്ണദാസ് 38,675 വോട്ടുകളുമായി ശോഭയ്ക്ക് പിന്നിൽ മൂന്നാമതായി. കേരളത്തിൽ LDF തരംഗം ആഞ്ഞടിച്ച തെരഞ്ഞെടുപ്പായിരുന്നു അതെന്നും നമ്മൾ ഓർക്കണം. 2021-ലേക്ക് വന്നാൽ ബി.ജെ.പി സ്ഥാനാർത്ഥിയായ E ശ്രീധരന് 50,000-ലധികം വോട്ടുകൾ കിട്ടി. ഇപ്പോൾ കൃഷ്ണകുമാറിന് കിട്ടിയത് വെറും 39,649 വോട്ടാണ്. അതായത് 8 വർഷം മുൻപ് 2016-ൽ ശോഭാ സുരേന്ദ്രന് കിട്ടിയതിനേക്കാൾ 527 വോട്ടുകൾ കുറവ് മാത്രമേ ഇപ്പോൾ പോലും കൃഷ്ണകുമാറിന് കിട്ടിയിട്ടുള്ളൂ. 2011-ൽ ബി.ജെ.പി സ്ഥാനാർത്ഥിയായിരുന്ന ഉദയഭാസ്കറിന് കിട്ടിയതിലും 17,750 വോട്ടുകളാണ് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ നേടിയത്. എന്തായാലും പാലക്കാട് ബി.ജെ.പിക്ക് വേണമെങ്കിൽ ജയിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം കിട്ടുന്നത് 2016-ലെ തെരഞ്ഞെടുപ്പ് ഫലത്തോടെയാണ്. അത് ശോഭാ സുരേന്ദ്രനിലൂടെയാണ്. ഇത്തവണ മാറ്റി നിർത്തിയിട്ടും ശോഭാ സുരേന്ദ്രൻ കൃഷ്ണകുമാറിന്റെ പ്രചരണ രംഗത്ത് സജീവമായിരുന്നതും മുതിർന്ന നേതാക്കൾക്കിടയിൽ ചർച്ചയായിട്ടുണ്ട്. വിചിത്രമായ അവഗണനയാണ് ശോഭയ്ക്ക് നേരെ മുമ്പും ഉണ്ടായിട്ടുള്ളത്. ആദ്യമായി ബി.ജെ.പിയെ രണ്ടാമതെത്തിച്ചിട്ടും പിന്നാലെ നടന്ന 2019-ലെ പൊതുതെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയമസഭാ സീറ്റ് ഉൾപ്പെടുന്ന പാലക്കാട് ലോകസഭാ സീറ്റ് അവർക്ക് നൽകിയില്ല. തൊട്ടുമുൻപ് 2014-ൽ അവിടെ മത്സരിച്ചത് ശോഭയായിട്ട് പോലും അന്നും സി കൃഷ്ണകുമാറിനാണ് ബി.ജെ.പി സീറ്റ് കൊടുത്തത്. ലോകസഭയിലേക്ക് 2,18,556 വോട്ടുകൾ അക്കുറി ബി.ജെ.പി നേടി. പക്ഷെ ആകെ പോൾ ചെയ്തതിൽ ബി.ജെ.പിക്ക് കിട്ടിയ വോട്ടുകളുടെ ശതമാനക്കണക്ക് നോക്കിയാൽ 2014-ൽ ശോഭാ സുരേന്ദ്രന് കിട്ടിയതുമായി ചെറിയ വ്യത്യാസം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇക്കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിലും പാലക്കാട്ട് ബി.ജെ.പി സ്ഥാനാർത്ഥി ഇതേ സി കൃഷ്ണകുമാർ തന്നെയായിരുന്നു. അവിടെ LDF രണ്ടാമതെത്തി. സി കൃഷ്ണകുമാർ മൂന്നാമതുമായിട്ടാണ് ഫിനിഷ് ചെയ്തത്. നിയമസഭാ മണ്ഡലങ്ങളിൽ ബി.ജെ.പി രണ്ടാമതെത്തിയത് പാലക്കാട് മാത്രമാണ് എന്നും വസ്തുതയുണ്ട്. 2019-ലെ ആറ്റിങ്ങലിൽ ലോകസഭാ മണ്ഡലത്തിലെയും 2024-ലെ ആലപ്പുഴ ലോകസഭാ മണ്ഡലത്തിലെയും ശോഭാ സുരേന്ദ്രന്റെ മികച്ച പ്രകടനങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. 2014-ലെ സ്ഥാനാർത്ഥിയേക്കാൾ ആറ്റിങ്ങലിൽ 1.25 ലക്ഷത്തോളം വോട്ടുകളും 2019-ൽ KS രാധാകൃഷ്ണന് കിട്ടിയതിനേക്കാൾ 2024-ൽ ആലപ്പുഴയിൽ 1.25 ലക്ഷത്തോളം വോട്ടുകളുമാണ് ശോഭാ സുരേന്ദ്രന് അധികം കിട്ടിയത്. ഇത്
ദേശീയ നേതൃത്വത്തിന്റെ മുന്നിൽ ചർച്ചയായി മാറുകയും ചെയ്തു. എന്നിട്ടും കെ സുരേന്ദ്രന്റെയും കൃഷ്ണകുമാറിന്റെയും നിർബന്ധത്തിന് വഴങ്ങി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അവരെ സ്ഥാനാർത്ഥിയാക്കാൻ നേതൃത്വം വീണ്ടും മടിച്ചു. അതിനുള്ള തിരിച്ചടിയായി ഈ തോൽവിയെ കാണുന്നവരും BJPക്കുള്ളിൽ ഏറെയുണ്ട്.